എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ടേമിനെ കണ്ടുപിടിക്കാനായിട്ടത് 15ാമത്തെ ടേം എത്ര, 30ാമത്തെ ടേം എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചോദ്യങ്ങൾ ചെയ്ത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു സീക്വൻസ് തന്നിട്ട് മറ്റൊരു ഒരാൾക്ക് ഒരു വാല്യൂ തരും. ആ വാല്യൂ ഈ സീക്വൻസിനകത്തുള്ള ആൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ആണെങ്കിൽ എത്രാമത്തെ ആളെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു സീക്വൻസ് ഉണ്ട് 13, 24, 35 എക്സെട്ര. ഈ 101 101 ആൻഡ് 1001 ടേം ഇൻ ദ സീക്വൻസ്. 101 1001 ഇതിലെ ടേം ആണോ എന്ന് പറഞ്ഞ മീനിങ് എത്രയേ ഉള്ളൂ. ഞാൻ ഇതിനിങ്ങനെ ഈ സീക്വൻസിനെ കണ്ടിന്യൂ എഴുതി പോകുമ്പോൾ 101 എന്ന് പറയുന്ന ആളാട്ട് സീക്വൻസിനകത്ത് വരുമോ? ഓക്കെ, അതുപോലെ തന്നെ 1001 എന്ന് പറയുന്ന ആൾ ആ സീക്വൻസിൽ വരുമോ? ഇനി വരുമെങ്കിൽ അത് എത്രാമത്തെ ആളാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആരെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. 101നെയും ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ 1001നെയും ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരാളെ എടുക്കാം. 101 എന്ന് പറയുന്ന ടേം എടുത്തു. അതിനുവേണ്ടി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വയ്ക്കാം. എല്ലാ ചോദ്യത്തിലും പറയുന്ന പോലെ തന്നെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏത് ചോദ്യം വന്നാലും എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഇപ്പോൾ കോമൺ ഡിഫറൻസ് അടുത്തുള്ള ടേമുകൾ നമുക്ക് അറിയാലോ. സോ 24 മൈനസ് 13 എത്രയാണ്? 11 കിട്ടും ഇല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മളെ കണക്ക് ചെയ്യാനായിട്ട്, അതായത് 101 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. 101 നിന്ന് ഈ ആദ്യം കിടക്കുന്ന ആളിനെ ഫസ്റ്റ് ടേമിനെ കുറയ്ക്കുക. ഓക്കെ, 13നെ കുറയ്ക്കാം. 101 13 കുറച്ചാൽ എത്ര കിട്ടും? 101 10 കുറയ്ക്കുമ്പോൾ 91, പിന്നെ ഒരു 3 കുറയ്ക്കുമ്പോൾ 88 എന്ന് കിട്ടും ഇല്ലേ? ഇനി കിട്ടിയ ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 88 ഡിവൈഡ് ബൈ 11 ഈക്വൽ ടു 8 എന്ന് കിട്ടി ഇല്ലേ? നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തോളൂ, സിമ്പിൾ ആണ്. ആരെയാണോ ചെക്ക് ചെയ്യേണ്ടത്? ആരെയാണ്? 101. 101 നിന്ന് ഈ 13നെ കുറയ്ക്കാം. ഓക്കെ, എത്ര കിട്ടി? 88 കിട്ടി. ആ കിട്ടിയ ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 101 എന്ന് പറയുന്നത് ഞാൻ ചെക്ക് ചെയ്യാനെടുത്ത ഈ സംഖ്യയില്ലേ, ഇത് എന്താണ്? ടേം ആണ്. ഇനി എത്രാമത്തെ ടേം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോടൊരു 1 കൂട്ടിയാൽ മതി. 9ാമത്തെ ടേം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, ആരെയാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അയാളിൽ നിന്ന് ഈ ആദ്യം കിടക്കുന്ന ആളിനെ കുറയ്ക്കാം. ആ കിട്ടിയ ഉത്തരത്തിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11 അവിടെ നിന്ന് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ 101 ടേം ആണ്. ഇനി എത്രാമത്തെ ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ ഉത്തരത്തിനോട് 1 കൂട്ടിയാൽ മതി. 9ാമത്തെ ടേം. ഓക്കെ, നമുക്ക് 1001 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 1001 മൈനസ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യേണ്ട ആളിൽ നിന്ന് 13നെ കുറയ്ക്കുക. ആദ്യത്തെ ഫസ്റ്റ് ടേമിനെ കുറയ്ക്കുക. 1001 നിന്ന് 13 പോയാൽ എത്ര കിട്ടും? 988 അല്ലേ? 988. ഇനി 988നെ കോമൺ ഡിഫറൻസ് ആയ 11 ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഡിവൈഡ് നോക്കാം. 988 ഡിവൈഡ് ബൈ 11. 9 പ്രാവശ്യം പറ്റത്തില്ല, അപ്പോൾ 8 പ്രാവശ്യം 88. സോ 1 0 ഒരു 8 താഴെ ഇറക്കി അല്ലേ? 10 പ്രാവശ്യം 17 110 ആയി പോകും, മേളിലേക്ക് ആയി പോകും. അപ്പോൾ 9 പ്രാവശ്യം 99, മിച്ചം 9. ഈ 9 എനിക്ക് 11 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വേണമെങ്കിൽ പോയിന്റ് ഇട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് വെക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, എനിക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. ഡെസിമൽ വരാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. സോ 988 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. 988 എന്ത് ചെയ്യാൻ പറ്റില്ല? 11 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1001 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ടേം. 1001 എന്ന് പറയുന്നത് എന്തല്ല? ടേം അല്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ട് മോഡൽ ഇതിനകത്തുള്ളൂ. ടേം ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ കാണും, അല്ലാതെ വരുന്ന ചോദ്യങ്ങൾ കാണും. അപ്പോൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. തന്നിട്ടുള്ള ടേമിൽ നിന്ന് ആദ്യത്തെ ആളിനെ കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഒരു നമ്പർ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ടേം ആണ്. കംപ്ലീറ്റ് നമ്പർ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ടേം അല്ല. ഇനി ടേം ആണെന്ന് കിട്ടുന്ന ചോദ്യങ്ങളിൽ എത്രാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടിയാൽ മതി. നമുക്ക് ടേബിൾ ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നും ഓരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് തൊട്ട് താഴെ ആ 3ാമത് കൊടുത്തിരുന്ന ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കുക. ഈ രണ്ടാമത്തെ ചോദ്യത്തില് ടേം ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രാമത്തെ ടേം എന്ന് കണ്ടുപിടിക്കുക. അതാണ് 3ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2ഉം 3ഉം കൂടി, അതായത് രണ്ടാമത്തെ ചോദ്യവും 3ാമത്തെ ചോദ്യവും കൂടി ഒരുമിച്ചാണ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 11, 22, 33 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിനകത്ത് 123 ടേം ആണോ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ 132 ടേം ആണോ ചെക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ആരുടെ കാര്യം നോക്കാം? 123ന്റെ കാര്യം. അതിന് മുമ്പ് ആദ്യം എന്ത് കണ്ടുപിടിച്ച് വെക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്
22 മൈനസ് 11 ഈക്വൽ എത്ര കിട്ടും? 11 കിട്ടും. കഴിഞ്ഞു. ഞാൻ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു. ഓക്കെ, ഒരുമിച്ച് ചെയ്യാനായിട്ടാണ്. ഞാൻ എന്ത് ചെയ്യണം? 123ന്റെ കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ 123ൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം. ഓക്കെ, 123ൽ നിന്ന് 11 കുറച്ചാൽ 112. 112നെ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ? 112 ഡിവൈഡ് ബൈ 11. ഒരു പ്രാവശ്യം വരുന്ന 11, മിച്ചം 2. 0 കൊണ്ട് 0 ചേർക്കാൻ പോയിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമുക്ക് കിട്ടത്തില്ല ഇല്ലേ? അല്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം 11 10 പ്രാവശ്യം 110 ആവും. 112 എന്ത് ചെയ്തില്ല? 11 ടേബിളിൽ വരത്തില്ല. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എഴുതാം, 112 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. Therefore ആര് ടേം അല്ല? ഞാൻ 123ന്റെ കാര്യമല്ലേ ചെക്ക് ചെയ്തത്. 123 ഈസ് നോട്ട് എ ടേം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ആരുടെ കാര്യം ചെക്ക് ചെയ്യാം? 132. 132ൽ നിന്ന് ആരെ കുറയ്ക്കുക? ഫസ്റ്റ് ടേം കുറയ്ക്കുക, 11 കുറയ്ക്കുക. 132ൽ നിന്ന് 11 പോകുമ്പോൾ 121. അടുത്ത 121നെ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്രയെന്ന് കിട്ടും? 11 കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ ഇല്ലേ? അപ്പോൾ 132 എന്ന് പറയുന്നത് എന്താണ്? ടേം ആണ്. 132 ഈസ് എ ടേം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടെസ്റ്റിലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടേം ആയിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രാമത്തെ ടേം എന്ന് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, എനിക്ക് ടേം ആണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ എത്രാമത്തെ ടേം? ഈ കിട്ടിയ ആൻസറിനോട് 1 കൂട്ടിയാൽ മതി. 12th ടേം. ഈ സീക്വൻസിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 12ാമത്തെ പദമായിട്ട് ആര് വരും? 132. 12, 23, 34 എക്സെട്ര. 100ഉം 1000ഉം ചെക്ക് ചെയ്യുക. ഓക്കെ, 100 എന്ന് പറയുന്ന ടേം ആണോ 1000 എന്ന് പറയുന്ന ടേം ആണോ? ആദ്യം കോമൺ ഡിഫറൻസ് 23 മൈനസ് 12 ഈക്വൽ എത്ര? വീണ്ടും 11 തന്നെയാണ്. ഇതിൽ കോമൺ ഡിഫറൻസ് 11 തന്നെയാണ്. ഞാനിപ്പോ ആദ്യം 100നെ ചെക്ക് ചെയ്യുന്നു. 100ൽ നിന്ന് എന്ത് ചെയ്യുക? 12നെ കുറയ്ക്കുക. ഓക്കെ, 100ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും? 88 അല്ലെ? ആ 88നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്രയാണെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ? പറ്റി. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് 100 ഈസ് എ ടേം. എത്രാമത്തെ ടേം എന്ന് കൂടി നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ. 8നോട് 1 കൂട്ടുക, 9th ടേം. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് 1000 ചെക്ക് ചെയ്യാം. 1000ൽ നിന്ന് എത്ര കുറയ്ക്കുക? 12 കുറയ്ക്കുക. 1000ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ 988 എന്ന് കിട്ടും. ആ 988നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയി 11 ഡിവൈഡ് ചെയ്യുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത് നോക്കിയിരുന്നു. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 988 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. Therefore ആര് ടേം അല്ല? 1000നെയല്ലേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. 1000 ഈസ് നോട്ട് എ ടേം. ഓക്കെ, ഇതിന് തൊട്ടടുത്ത ചോദ്യം കിടക്കുന്നത് 21 സംതിങ് എന്ന് പറഞ്ഞ കിടക്കുന്ന ചോദ്യം. ഇതേ സെയിം പാറ്റേൺ, ഒരു വ്യത്യാസവും ഇല്ല. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻസിന്റെ ആണ് ഇല്ലേ? കുറച്ച് ഫ്രാക്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. 1/4, 1/2, 3/4 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. 3 and 4, അതായത് 3ഉം 4. 3 എന്ന് പറയുന്നതിൽ ടേം ആണോ 4 എന്ന് പറയുന്നതിൽ ടേം ആണോ? അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം കോമൺ ഡിഫറൻസ്. ഇത് 1/2 മൈനസ് 1/4. ഓക്കെ, അരയിൽ നിന്ന് 4 കുറയ്ക്കുക. ചിന്തിച്ചെടുത്താലും മതി. ഇത് അരയാണ്. അരയിൽ നിന്ന് 4 കുറച്ചാൽ എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും ഇല്ലേ? അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 4 മൈനസ് 2 × 1 2 ഡിവൈഡ് ബൈ 2 × 4 8. ഓക്കെ, ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇങ്ങോട്ടേക്ക് തമ്മിൽ ഫ്രാക്ഷൻസിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിരുന്നു. എല്ലാ ടൈപ്പ് ഫ്രാക്ഷൻസിന്റെയും അതൊന്ന് കണ്ടു നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇവിടെ 4 - 2 2 എന്ന് വരും. താഴെ 8. 2/8 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയും കിട്ടും? 2ന്റെ ടേബിളിൽ ചെറുതാക്കാൻ പറ്റുമല്ലോ. സോ 2ന്റെ ടേബിളിൽ 1 പ്രാവശ്യം, 2ന്റെ ടേബിളിൽ 4 പ്രാവശ്യം. ആൻസർ 1/4 എന്ന് കിട്ടും. ഫ്രാക്ഷൻസ് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. LCM മെത്തേഡ് ഉണ്ട്, അതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. നമുക്കിനി കണക്ക് ചെയ്യാനായിട്ട് ആദ്യം ആരുടെ കാര്യം നോക്കണം? 3ന്റെ കാര്യം. അപ്പോൾ 3ൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 1/4നെ കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കും? അടിയിൽ ഒരു 1 ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, 3ന് അടിയിൽ ഒരു 1 ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെയ്തപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4 × 3 4 × 3 മൈനസ് അടുത്ത് 1 × 1 ഡിവൈഡ് ബൈ 1 × 4.
ഓക്കെ 4 × 3 ഇങ്ങോട്ടേക്ക് ഗുണിക്കുക, ഇടയിലെ ചിഹ്നം മൈനസ് ഇട്ടു, അടുത്ത് 1 × 1 ഇങ്ങോട്ടേക്ക് ഗുണിക്കുക, ഡിവൈഡ് ബൈ താഴെ തമ്മിലുള്ളത് ഗുണിക്കുക. 4 × 3 12 മൈനസ് 1 ഡിവൈഡ് ബൈ 4. ഓക്കെ, അതായത് 11 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ഇനി എനിക്ക് കിട്ടിയ ഉത്തരത്തിന് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് 11/4 ഡിവൈഡ് ബൈ 1/4. 11/4 എന്ത് ചെയ്തു? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 4 നമ്പർ ഇങ്ങനെ വന്നു, താഴെ 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 4 നമ്പർ വന്നു. ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതുക, ഇൻറ്റു രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചെഴുതുക, 4/1 ആക്കുക. സംഭവത്തിലേ ഉള്ളൂ. ആദ്യത്തെ 2 നമ്പറുകൾ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ എഴുതുക. ഡിവൈഡിന് പകരം ഈ ഡിവൈഡിന് പകരം എന്ത് ചെയ്യുക? അവിടെ ഇൻറ്റു ഇടുക. 1/4 പകരം എന്തെന്ന് എഴുതുക? 4/1 എന്ന് എഴുതുക. ഇനി നമുക്ക് ഈ 4 ഉം 4 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 11 ഡിവൈഡ് ബൈ 1 എത്രയെന്ന് തന്നെ കിട്ടും? 11 കിട്ടും. എനിക്കിവിടെ ഫ്രാക്ഷൻ ഒന്നും അല്ലല്ലോ വന്നത്, കംപ്ലീറ്റ് ആയിട്ട് നമ്പർ അല്ലേ വന്നത്, വെറും 11 എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ടല്ലേ വന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് മീനിങ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്പർ കിട്ടി കഴിഞ്ഞാൽ എന്താണ്? ടേം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എന്ന് പറഞ്ഞ ആളിനെ ഞാൻ ചെക്ക് ചെയ്ത് 3 എന്ന് പറയുന്നത് ടേം ആണ്. ഒന്നുകൂടി ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം 3-ൽ നിന്ന് ആരെയാണോ ചെക്ക് ചെയ്യണത് അയാൾ നിന്ന് ഫസ്റ്റ് ടേം ആയ 1/4 കുറച്ചപ്പോൾ എനിക്ക് 11/4 കിട്ടി. ആ കിട്ടിയ ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, 4 നമ്പർ വരുമ്പോൾ ആദ്യത്തെ 2 നമ്പറിനെ അതുപോലെ എഴുതുക, രണ്ടാമത്തെ നമ്പറിനെ 2 നമ്പറിനെ തിരിച്ചെഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വെട്ടിപ്പോയി നമുക്ക് 11 മാത്രം കിട്ടി. അപ്പോൾ ഇയാൾ എന്താണ്? ടേം ആണ്. ഓക്കെ, നമുക്ക് 4നെയും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 4-ൽ നിന്ന് എന്ത് ചെയ്യുക? ആദ്യം 1/4 കുറയ്ക്കാം. ഓക്കെ, നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ല. 4 അടിയിൽ ഒന്നുണ്ടെന്ന് സങ്കല്പിക്കാം. 4 × 4 16 മൈനസ് 1 × 1 1 ഡിവൈഡ് ബൈ 1 × 4 4. സോ 15 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15/4 ഡിവൈഡ് ബൈ 1/4. എന്ത് ചെയ്യുക? ആദ്യത്തെ 2 നമ്പറിനെ അതുപോലെ എഴുതുക, ബാക്കി 2 പേരെ തിരിച്ചെഴുതുക, റെസിപ്രോക്കൽ എഴുതുക. 4 4 വെട്ടിക്കളയാം. 15 ഡിവൈഡ് ബൈ 1 എത്ര തന്നെയാണ്? 15 തന്നെയാണ് ഇല്ലേ? അവിടെ എനിക്ക് ഒരു നമ്പർ തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ 4 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടേം തന്നെ ആണ്. ഇനി ഇവിടെ 3 എന്ന് പറയുന്ന ആള് ടേം ആണെന്ന് കിട്ടി. എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി, 12ാമത്തെ ടേം. ഓക്കെ, ഇനി ഇവിടെ 4 എന്ന് പറയുന്ന ആൾ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ? 1 കൂട്ടിയാൽ മതി, 16ാമത്തെ ടേം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ മോഡലിലെ അവസാനത്തെ ചോദ്യമാണ് 3/4 1 1/2 2 1/4 എക്സെട്ര. 3 ഉം 4 നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫ്രാക്ഷൻ ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻസും ഉണ്ട്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷൻസിനെ കൂടെ എന്താക്കി മാറ്റുക? നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. എന്നിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു, അതായത് നമ്മൾ ഇത്രയും നേരം എങ്ങനെ ചോദിച്ചു അതുപോലെ തന്നെ സോൾവ് ചെയ്യും. അപ്പൊ ആദ്യം 3/4, അവിടെ മാറ്റമൊന്നും വരുത്താനില്ല, 3/4 എന്ന് തന്നെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ 1 1/2 1/2 നമ്മൾ എങ്ങനെ മാറ്റും? 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ഇല്ലേ? 1 1/2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. 2 × 1 എത്രയാണ്? 2. അതിനോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 3. അപ്പൊ ആൻസർ 3/2. ഇനി 5 4/7 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? 7 × 5 7 × 5 എത്രയാണ്? 35. 35നോട് 4 കൂട്ടിയാൽ എത്രയാണ്? 39/7. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ഉത്തരത്തിനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1 1/2 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും? 2 × 1 2 2 + 1 3 3/2. അടുത്തവിടെ 4 × 2 8 8 + 1 9/4 എക്സെട്ര. അപ്പൊ എന്റെ ചോദ്യം വേറെ രൂപത്തിലായിട്ട് മാറി 3/4 3/2 9/4 എക്സെട്ര. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന എല്ലാം പഴയ സെയിം മെത്തേഡ്. ആദ്യം ആരെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കുക. 3/2 ന്ന് 3/4 കുറയ്ക്കാമല്ലോ. 3/2 - 3/4. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ് ഡിഫറൻസ് കണ്ടുപിടിച്ചത്. ഇവിടെ ഞാൻ വേറെ രീതി എടുക്കുവാണ്. 2 നമ്പറുകൾ 2 ഫ്രാക്ഷൻസിനെ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകളെ തമ്മിൽ കുറച്ചാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സെയിം ആക്കുക. എങ്ങനെ ആക്കാം? ഇവിടെ 2 ഇവിടെ 4. 2നെ എനിക്ക് എന്താക്കാൻ പറ്റും? 4 ആക്കാനായിട്ട് പറ്റും ഇല്ലേ? മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യാവൂ. ഇവിടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോലെ അതേ 2 മുകളിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 2നെയും കൂടെ എനിക്ക് എന്താക്കണം? ഈ 4 ആക്കണം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി?
ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. താഴെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തുകൊണ്ട് മുകളിൽ എന്ത് ചെയ്യുക, അതേ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ ഈ നമ്പർ 3 into 2 6/4 minus 3/4 എന്നാവും. 6/4 minus 3/4. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ, ന്യൂമറേറ്റർ നമ്മൾ കുറയ്ക്കാമല്ലോ. 6ൽ നിന്ന് 3 കുറച്ചാൽ 6 minus 3 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിനെ ഒരു തവണ എഴുതിയാൽ മതി. 6ൽ നിന്ന് 3 കുറച്ചാൽ 3 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാണ്? 3/4. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ട. ആദ്യം എന്ത് ചെയ്യുക, 3 എന്ന് പറയുന്ന സംഖ്യ എടുത്തു മൈനസ് ഫസ്റ്റ് ടൈം കുറച്ചു 3/4 കുറച്ചു, അടിയിൽ ഒരു 1 ഉണ്ടെന്ന് കരുതുക. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 4 into 3 എത്രയാണ്? 12 മൈനസ് 1 into 3 എത്രയാണ്? 3 ഡിവൈഡ് ബൈ 1 into 4 4. 12 3 കുറച്ചാൽ 9 ഡിവൈഡ് ബൈ 4. ഓക്കെ, 9/4 കിട്ടി. ഇനി കിട്ടിയ ഉത്തരത്തിന് എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9/4 ഡിവൈഡ് ബൈ 3/4 എന്ത് ചെയ്യാം, 9/4 ഇൻറ്റു 3/4 തിരിച്ചെഴുതും 4/3. ഓക്കെ, 4 ക്യാൻസൽ ചെയ്യാം. 9 ഡിവൈഡ് ബൈ 3 എന്നായി. 3 ടേബിളിൽ ഒരു പ്രാവശ്യം, 9 3 ടേബിളിൽ 3 പ്രാവശ്യം. സോ ഇതിന്റെ ഫൈനൽ ആൻസർ എന്തായി? വെറും 3 ആണ് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്പർ എനിക്ക് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ആര് 3 എന്ന് പറയുന്ന ആളിനെയല്ലേ ഞാൻ ചെക്ക് ചെയ്തത്? 3 എന്ന് പറയുന്നത് എന്താണ്? ടേം ആണ്. എത്രാമത്തെ ടേം? ഈ 3നോട് എന്ത് ചെയ്യുക, 1 കൂട്ടുക. ഈ 3നോട് 1 കൂട്ടുക. ഓക്കെ, എത്രാമത്തെ ടേം? 4ാമത്തെ ടേം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യം കൂടെ നോക്കാം. 4നെ നമുക്ക് ചെക്ക് ചെയ്യണം. 4 മൈനസ് ഫസ്റ്റ് ടേം 3/4. അടിയിൽ 1 കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 16 മൈനസ് 1 into 3 3 ഡിവൈഡ് ബൈ 1 into 4 4. 16ൽ നിന്ന് 3 കുറച്ചാൽ 13/4. കിട്ടിയ ഉത്തരത്തിന് എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13/4 ഡിവൈഡ് ബൈ 3/4. 13/4 ഇൻറ്റു 3/4 തിരിച്ചെഴുതുമ്പോൾ 4/3. 4 4 ക്യാൻസൽ ചെയ്യാം. 13/3 എന്ന് കിട്ടും. 13നെ 3 കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്ത് ഇതുപോലെ ഈ ചോദ്യത്തിൽ കിട്ടിയ ഒരു നമ്പർ ആയിട്ട് എനിക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പോൾ 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്തല്ല, ഞാൻ 4നെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയത്. 4 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ടേം. സിമ്പിൾ ആണ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരാൾ ടേം ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട്. ഒറ്റ മെത്തേഡേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. തന്നേക്കുന്ന ആളിന് ആദ്യത്തെ ആളിനെ കുറയ്ക്കുക, കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ടേം ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, ഇനി അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളിൽ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി, അതിനോടൊരു 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.